ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ അടുത്ത അറസ്റ്റ് ആരുടേതായിരിക്കും? പ്രധാന തട്ടിപ്പ് നടന്ന 2019 കാലത്തെ ദേവസ്വം ഭരണാധികാരികളെല്ലാം അറസ്റ്റിലായതോടെ ഉയരുന്ന സംശയം ഇതാണ്. അക്കാലത്തെ ദേവസ്വം പ്രസിഡന്റുമാരായിരുന്ന CPM നേതാക്കളായ പത്മകുമാറും N വാസുവും അറസ്റ്റിലായതോടെ ചോദ്യങ്ങൾ പെരുകുകയാണ്. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പക്കലേക്ക് അയച്ച അക്കാലത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകുമോ? 2025 ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം മന്ത്രി VN വാസവൻ എന്നിവരിലേക്ക് അറസ്റ്റ് എത്തുമോ? കേസ് അന്വേഷിക്കുന്നത് കേരള പോലീസ് തന്നെ ആണെങ്കിലും അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിമാർ ആയതുകൊണ്ടും അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വരാത്തതുകൊണ്ടും ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത നിലയുണ്ട്, ഭയവുമുണ്ട്. ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവായപ്പോൾ അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞ പ്രമുഖർ എല്ലാം അറസ്റ്റിലായി. ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നതുകൊണ്ടാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനായ സുഭാഷ് കപൂറും തമ്മിൽ ബന്ധമുണ്ടോ എന്നുവരെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചതോടെ കേസ് ഏതെല്ലാം മാനം കൈവരിക്കും എന്ന ഭീതി ശക്തമാവുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയെ മെരുക്കാൻ CPM ശ്രമം ആരംഭിച്ചു. ഹൈക്കോടതിയുടെ ഇടപെടൽ അധികമാവുന്നു എന്ന മട്ടിലായി അവരുടെ ചാനൽ വക്താക്കൾ. അന്വേഷണം ആരെക്കുറിച്ച് വേണമെന്ന് പറയുന്നത് ശരിയല്ല, സ്വതന്ത്ര അന്വേഷണം നടക്കണം എന്നെല്ലാം പാർട്ടി വക്താക്കളും അനുഭാവികളായ വക്താക്കളും പറഞ്ഞു തുടങ്ങി. കേസ് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നത് തടയാനാണ് ശ്രമിക്കുന്നത്. 500 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി CBI കണ്ടെത്തിയ കശുവണ്ടി തട്ടിപ്പുകാരെ പ്രോസിക്യൂട്ട് ചെയ്യരുതെന്ന് നിലപാടെടുക്കുന്ന പിണറായി സർക്കാരിന്റെ അഴിമതി വിരുദ്ധ നിലപാട് ആർക്കാണ് അറിയാത്തത്? പ്രതികളെ രക്ഷിക്കാനാണ് അവരുടെ നീക്കം. കോടതി പിടിവിട്ടാൽ എല്ലാം പൂട്ടിക്കെട്ടും. 2019 സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും അറസ്റ്റുകളുമാണ് നടക്കുന്നത്. 2025 സംഭവത്തിന്റെ അന്വേഷണവും അറസ്റ്റുകളും ബാക്കിയാണ്. 2025 സെപ്റ്റംബർ 8 ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളികൾ തന്നെ അറിയിക്കാതെ നീക്കം ചെയ്തെന്ന് ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കോടതിയുടെ അനുമതി കിട്ടിയ ശേഷം സന്നിധാനത്ത് തന്നെ നടത്തേണ്ട പണികളാണ് ചെന്നൈയിലേക്ക് മാറ്റിയതെന്ന് കമ്മീഷണർ കോടതിയെ ധരിപ്പിച്ചു. 2023 ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്ത നടപടിയാണിതെന്ന് കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചു. തട്ടിപ്പ് മനസ്സിലായ കോടതി ഇടപെട്ടു. പണി നിർത്തിവെക്കാൻ ഉത്തരവായി. ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ഉടനെ ശബരിമലയിൽ എത്തിക്കുവാനും ഉത്തരവായി. സ്വർണം ഉരുക്കിപ്പോയെന്നും പണി നിർത്തിവെക്കാനാവില്ലെന്നും സെപ്റ്റംബർ 10 ദേവസ്വം ബോർഡ് കോടതിയെ ധരിപ്പിച്ചു. കോടതി വിശാലമായ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ വലിയ വെട്ടിപ്പുകൾ പുറത്തുവന്നു. 2019 സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികളിൽ നടന്ന വലിയ വെട്ടിപ്പിന്റെ കഥകൾ പുറത്തുവന്നു. 1998 ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പതിപ്പിച്ചത്. ശ്രീകോവിലിന് ഒപ്പം പ്രധാന വാതിൽ വശങ്ങളിലുള്ള ആനയുടെ രൂപം കൊത്തിയ തകിടുകൾ, ദ്വാരപാലക വിഗ്രഹങ്ങൾ എന്നിവ സ്വർണം പൊതിഞ്ഞു. ഇത് സംബന്ധിച്ച രേഖകളൊന്നും ദേവസ്വം ബോർഡിന്റെ കൈവശം ഇല്ലാതിരുന്നതുകൊണ്ട് അത് കാണിക്കയായി സമർപ്പിച്ച വിജയമല്യയുടെ UB ഗ്രൂപ്പിൽ നിന്നും ദേവസ്വം ബോർഡ് കണക്കുകൾ ശേഖരിച്ചു. അതനുസരിച്ച് ശ്രീകോവിലിന്റെ മേൽക്കൂര മുതൽ കന്നിമൂല ഗണപതിയുടെയും നാഗരാജിയുടെയും വരെയുള്ള 5 കലാശം വരെ അന്ന് സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. 30.291 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. ദ്വാരപാലക വിഗ്രഹങ്ങൾ പൊതിയാൻ 1.564 കിലോ സ്വർണം ഉപയോഗിച്ചതായും അവർ അറിയിച്ചു. ബോഡി വിവരങ്ങളെല്ലാം ഹൈക്കോടതിയെ അറിയിച്ചു. ക്ലോഡിംഗ് രീതിയിലാണ് സ്വർണം പിടിപ്പിച്ചത്. കർണാടകയിലെ UB ബ്രൂവറീസ് ഉടമ വിജയമല്യയാണ് ഈ വഴിപാട് നടത്തിയത്. ശബരിമലയിലെ ഉപയോഗത്തിന് ഏറ്റവും ഗുണനിലവാരമുള്ള സ്വർണം കിട്ടുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ നിന്നും അദ്ദേഹം സ്വർണം വരുത്തി എന്നാണ് അക്കാലത്തെ പത്ര റിപ്പോർട്ടുകൾ പറയുന്നത്. സന്നിധാനത്ത് തന്നെ സംവിധാനം ഉണ്ടാക്കി വിദഗ്ധന്മാർ എത്തി അവിടെ താമസിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. ഇതിനായി 31.25 കിലോ സ്വർണവും 1904 കിലോഗ്രാം ചെമ്പും ഉപയോഗിച്ചതായാണ് കണക്ക്. 1998 വിജയമല്യ ഇതിനായി 18 കോടി രൂപ ചെലവഴിച്ചു. 1998 സെപ്റ്റംബർ 4 കലശാഭിഷേകം. ഗതാഗത കുരുക്ക് മൂലം നിശ്ചിത സമയത്തിൽ നിന്നും വൈകി. രാവിലെ 11 മണിക്ക് പമ്പയിലെത്തിയ വിജയമല്യ 4 കിലോമീറ്റർ നിലമലപ്പാത ഓടിക്കയറിയാണത്രേ സന്നിധാനത്തിലെത്തിയത്. അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന VGK മേനോൻ അദ്ദേഹത്തെ സന്നിധാനത്തിൽ സ്വീകരിച്ചു. തന്ത്രി കണ്ഠരർ മഹേശ്വർ കലശാഭിഷേകം നടത്തി.
20 വർഷത്തിനു ശേഷം 2019 ജൂലൈ 5 ഒരിക്കൽ ശബരിമലയിലെ പൂജാരിയുടെ സഹായിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ മേൽപ്പാളിയും അവയുടെ പീഠങ്ങളും സ്വർണം പൂശി നവീകരിക്കാമെന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നു. 2019 ജൂലൈ 7 ദേവസ്വം ബോർഡ് ശ്രീകോവിലും വാതിലുകളും ദ്വാരപാലക വിഗ്രഹങ്ങളും അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കുവാൻ തീരുമാനിച്ചു. 2019 ജൂലൈ 6 ഇതിനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചു. വിഗ്രഹത്തിന്റെ ചെമ്പുപാളി എന്നാണ് ഉത്തരവിലുള്ളത്. ഇതിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിലേക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ മേൽപ്പാളി കൊണ്ടുപോകുവാൻ ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ് 2019 ജൂലൈ 19, 20 തീയതികളിൽ തയ്യാറാക്കിയ മഹസറിൽ പറയുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ചുമതല ഏൽപ്പിച്ചു എന്നാണ്. മഹസറിൽ ഇതിനായി ഉപയോഗിച്ച സ്വർണത്തിന്റെയോ ചെമ്പിന്റെയോ അളവോ ഗുണമോ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ചെമ്പുപാളികൾ എന്ന് പറയുന്നുമുണ്ട്. വിജയമല്യ പറയുന്ന കണക്കനുസരിച്ച് ആ ചെമ്പുപാളികളിൽ 1.564 കിലോ സ്വർണം ഉണ്ടായിരുന്നു. 1999 സ്വർണം പൂശൽ ജോലിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് മല്യ നിയോഗിച്ചിരുന്ന ശിന്തിൽനാഥനും ആ ചെമ്പുപാളികളിൽ സ്വർണം ഉണ്ടായിരുന്നതായി പറയുന്നു. 2019 ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നത് സ്വർണപ്പാളികളാണെന്ന് അന്നത്തെ തന്ത്രി കണ്ഠർ രാജീവർ പത്രലേഖകരോട് പറഞ്ഞു. നവീകരണത്തിനായി തന്റെ അനുമതി ചോദിച്ചിരുന്നു. അതിനാൽ അനുവാദം കൊടുത്തു. അതിനായി ശില്പം പുറത്തു കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞില്ല. ശബരിമലയിൽ തന്നെ നവീകരിക്കും എന്നാണ് കരുതിയത്. ജൂലൈ 20 ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠങ്ങൾ ഏറ്റുവാങ്ങി. പോറ്റിക്ക് വിഗ്രഹത്തിന്റെ 14 ഭാഗങ്ങൾ കൈമാറിയതായി ഓഗസ്റ്റ് 29 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയ തിരുവാഭരണ കമ്മീഷണർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ ശേഷം 39-ാം പക്കമാണ് ശില്പങ്ങൾ ചെന്നൈയിലെത്തിയത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 2019 സെപ്റ്റംബർ 11 പാളികൾ തിരികെ ശബരിമലയിൽ കൊണ്ടുവന്നത്. 100 പവൻ കൊടുത്തുവിട്ടു. തിരിച്ചെത്തിയത് 49 പവൻ മാത്രം. തിരുവാഭരണം കമ്മീഷണറോ വിജിലൻസ് ഓഫീസറോ ശബരിമലയിലെ വില കൂടിയ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരനോ ആസ്ഥാന സ്വർണ്ണപ്പണിക്കാരനോ പോലും ഒന്നും പരിശോധിച്ച് രേഖപ്പെടുത്തിയില്ല. റിപ്പയറിനായി കൊണ്ടുപോകുമ്പോൾ 42 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തിരികെ എത്തിയപ്പോൾ 38 കിലോ തൂക്കമാണ് ഉണ്ടായിരുന്നതെന്ന് രേഖയുണ്ട്. സന്നിധാനത്തെ രേഖയിൽ പറയുന്നത് പാളികളുടെ തൂക്കം 42.8 കിലോ എന്നാണ്. എന്നാൽ ചെന്നൈയിൽ തൂക്കിയപ്പോൾ 38.258 കിലോ മാത്രം. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സ്വർണം പൂശിയപ്പോൾ പാളിയുടെ തൂക്കം 38.653 കിലോഗ്രാം ആയി. റിപ്പയർ കഴിഞ്ഞ് തിരിച്ചുവന്ന ദ്വാരപാലക വിഗ്രഹത്തിന്റെ തൂക്കം 4.54 കിലോ കുറഞ്ഞു. 2019 ഉന്നതരുടെ അറിവോടെ വലിയ തട്ടിപ്പുകൾ നടന്നതായി വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായി. തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഹൈക്കോടതി ഒക്ടോബർ 10 ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷ് അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. റിട്ടയർഡ് ജഡ്ജി KT ശങ്കറിന്റെ മേൽനോട്ടത്തിൽ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കൃത്യമായ കണക്കെടുക്കുന്നതിനും ഉത്തരവായി. വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ കേരള സർക്കാരാണ് ഹൈക്കോടതിക്ക് കൊടുത്തത്. എങ്കിലും അവരുടെ മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണം ഹൈക്കോടതിക്കാണ്. ഒക്ടോബർ 21 ചൊവ്വാഴ്ച അടച്ചിട്ട മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി മാത്രം സംസാരിച്ച ശേഷം മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച ശേഷം സ്വർണ്ണ കവർച്ച സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച നിരീക്ഷണങ്ങൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും അതിലൂടെ സർക്കാരിനും തലവേദന ഉണ്ടാക്കുന്നവയായിരുന്നു. സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇപ്പോഴത്തെ ബോർഡിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉന്നതർ മുതൽ താഴെത്തട്ടിൽ വരെയുള്ള ഓരോരുത്തരുടെയും പങ്ക് വിശദമായി അന്വേഷിക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ബോർഡ് ഉന്നതർക്ക് മോഷണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറാനാവില്ല എന്ന് ജസ്റ്റിസ് വിജയരാഘവനും KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സുകൾ പിടിച്ചെടുക്കുവാൻ കോടതി പോലീസിന് നിർദ്ദേശം കൊടുത്തു. ഏറ്റവും ഉന്നതനെന്ന പ്രയോഗത്തിൽ ദേവസ്വം മന്ത്രിയുമുണ്ടെന്ന് പ്രതിപക്ഷം വ്യാഖ്യാനിച്ചു. വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് എല്ലാ കാര്യവും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പഴയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കോൺഗ്രസിലല്ല CPM-ലാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പാർട്ടി തന്നെ രക്ഷിക്കും എന്ന പ്രതീക്ഷ ധ്വനിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെന്ന ചോദ്യം ബാക്കിയാണ്. കുറ്റക്കാരെ പാർട്ടി സംരക്ഷിക്കില്ല എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ ആരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. നവംബർ 11 ദേവസ്വം ബോർഡിൽ 2 വട്ടം കമ്മീഷണറും 1 വട്ടം പ്രസിഡന്റുമായിരുന്ന N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം ജില്ലയിലെ കുളക്കട സ്വദേശിയായ വാസു ചെറിയ മീനല്ല.
1988 കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകനായി. ഇടക്കാലത്ത് വിജിലൻസ് ട്രിബ്യൂണലായി. 2006 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് CPM മന്ത്രി PK ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി. 2010 2018 ഇടത് സർക്കാരിന്റെ കാലത്ത് ദേവസ്വം കമ്മീഷണറായി. ദേവസ്വം പ്രസിഡന്റിനേക്കാൾ ശക്തനായിരുന്നു വാസു. അവിടെ നടന്നതെല്ലാം അദ്ദേഹം നിയന്ത്രിച്ചിരുന്നതായാണ് കഥ. ശബരിമല യുവതി പ്രവേശനത്തിന് സർക്കാരിന്റെ ശക്തനായ വക്താവായിരുന്നു. നവംബർ 20 CPM നേതാവായ A പത്മകുമാർ അറസ്റ്റിലായി. പല സമൻസുകൾ അവഗണിച്ചെങ്കിലും അവസാനം കീഴടങ്ങി. CPM കൂടുതൽ വെട്ടിലായി. കടകംപള്ളിയുടെ അറിവോടെയാണ് പാളികൾ പോറ്റിക്ക് കൊടുത്തതെന്ന് അദ്ദേഹം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെല്ലാമെന്ന് വെളിയിൽ വന്നിട്ടില്ല. എല്ലാം അയ്യപ്പസ്വാമി തീരുമാനിക്കട്ടെ. അറസ്റ്റിന് ശേഷം പത്മകുമാർ പത്രക്കാരോട് നടത്തിയ പ്രതികരണം അർത്ഥഗർഭമായി. 2018 യുവതികളെ ശബരിമലയിൽ കയറ്റുന്നതിന് പിണറായി നടത്തിയ പോരാട്ടകാലത്ത് അതിനെതിരെ പോരാടിയവർക്കൊപ്പം നിന്ന CPM നേതാവാണ് പത്മകുമാർ. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോരാൻ ധൈര്യം കാണിച്ചവൻ. അദ്ദേഹത്തിന് പാർട്ടിയിൽ ചില പദവികൾ നഷ്ടപ്പെട്ടു. എന്നാലും പത്മകുമാറിനെ തള്ളാൻ ഇപ്പോഴും CPMന് ഭയമാണ്. ഭക്തർ ദൈവതുല്യരായി കരുതുന്നവർ ഇടപെട്ട കേസാണിതെന്ന് പത്മകുമാർ നേരത്തെ പത്രക്കാരോട് പറഞ്ഞിരുന്നു. അവർ ആരാണെന്ന് നിശ്ചയമായും പ്രത്യേക അന്വേഷണ സംഘത്തോട് പറയേണ്ടി വരും. പത്മകുമാർ പറയാനിടയുള്ള പേരുകളെക്കുറിച്ച് പലർക്കും ഭയമുണ്ട്. അതുകൊണ്ടാണ് CPM അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തതെന്ന് ആക്ഷേപമുണ്ട്. 2019 തട്ടിപ്പ് കേസിൽ വാസുവും പത്മകുമാറും അടക്കം 6 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 8ാമത്തെ പ്രതി ദേവസ്വം ബോർഡാണ്. അക്കാലത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസും A വിജയകുമാറും ഉടൻ അറസ്റ്റിലാകുമെന്ന് പറയുന്നു. ഏതായാലും നവംബർ 26 തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട്. ഇനി ആരോടെല്ലാം? ദേവഹിത പ്രകാരമാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കാൻ അനുമതി കൊടുത്തത് എന്ന് ഒരു തന്ത്രി പറഞ്ഞതായി വാർത്തയുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടാൽ പാർട്ടി നടപടിയെടുക്കുമെന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന വലിയ ഫലിതം പോലെയായി. കുറ്റക്കാരെന്ന് കാണുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് കരുതത്തക്ക വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. സ്ത്രീ പീഡകർ മുതൽ കശുവണ്ടി കച്ചവട തട്ടിപ്പുകാർ വരെ പാർട്ടി സംരക്ഷണം അനുഭവിക്കുന്നു. എങ്കിലും ചോദിച്ചു പോകുന്നു, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളെന്ന് പത്മകുമാർ കൈകൊണ്ട് എഴുതി കൊടുത്തത് തെറ്റല്ലേ? അദ്ദേഹം കുറ്റക്കാരനല്ലേ? ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവിടെ തന്നെ അറ്റകുറ്റപ്പണി നടത്തണം എന്ന കീഴ്വഴക്കം ലംഘിച്ചത് കുറ്റമല്ലേ? പത്മകുമാറിന്റെ വീട്ടിൽ ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയില്ലേ? 2019 ഫെബ്രുവരി 16 എക്സിക്യൂട്ടീവ് ഓഫീസർ അയച്ച കത്തിൽ സ്വർണം പൂശിയ വാതിൽ എന്നുള്ളത് ചെമ്പുപാളി എന്നാക്കുവാൻ പത്മകുമാർ ആവശ്യപ്പെട്ടത് തെറ്റല്ലേ? പാർട്ടി എങ്ങനെയെല്ലാം സംരക്ഷിക്കാൻ നോക്കിയാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടന്നാൽ പലതും സംഭവിക്കാനാണിട. അത് തടസ്സപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നോട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കം എല്ലാ നിറപ്പകിട്ടോടും കൂടെ അരങ്ങ് തകർക്കുന്നു. കേരളത്തിലെ 1200 സ്ഥാപനങ്ങളിലായുള്ള 23,612 വാർഡുകളിൽ കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ വാർഡിൽ ഒഴികെ 1199 സ്ഥാപനങ്ങളിലെ 23,576 വാർഡിലും തെരഞ്ഞെടുപ്പുണ്ട്. കണ്ണൂർ ജില്ലയിലെ 14ഇടത്ത് CPM എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആന്തൂർ നഗരസഭയിൽ 5ഇടത്തും കണ്ണപുരം പഞ്ചായത്തിൽ 6ഇടത്തും മലപ്പട്ടം പഞ്ചായത്തിൽ 3ഇടത്തും ആകെ 72,005 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവരിൽ 37,786 പേർ സ്ത്രീകളാണ്. 34,218 പേരാണ് പുരുഷന്മാർ. 2 ട്രാൻസ്ജെൻഡറും മത്സരിക്കുന്നു. 2020 കൂടുതൽ സ്ഥാനാർത്ഥികൾ 74,835 പേർ. അവരിൽ 38,566 പേർ സ്ത്രീകളായിരുന്നു. പൊതുപ്രവർത്തനത്തിനായി കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്നത് സ്ഥാനാർത്ഥികളുടെ സംഖ്യ തരുന്ന നല്ല സൂചനയാണ്. പുരുഷന്മാരെക്കാൾ കൂടുതലായി അവരുടെ എണ്ണം. 50% സീറ്റുകൾ അവർക്കായി സംവരണം ചെയ്തതിന്റെ കൂടി ഫലമാണിത്. എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9 തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11 തെരഞ്ഞെടുപ്പ് നടക്കും. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ 7,786 പേർ മത്സരിക്കുന്നുണ്ട്. തൃശൂരാണ് രണ്ടാമത്, 6,907 പേർ. സ്ഥാനാർത്ഥികൾ ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ്, 1,908 പേർ. അടുത്തത് ഇടുക്കി ജില്ല. അവിടെ 2,957 സ്ഥാനാർത്ഥികളാണുള്ളത്. മറ്റു ജില്ലകളിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇങ്ങനെയാണ്: കാസർഗോഡ് 2,786, കണ്ണൂര് 5,383, കോഴിക്കോട് 5,884,
പാലക്കാട് 6599, എറണാകുളം 6571, കോട്ടയം 4903, ആലപ്പുഴ 5219, പത്തനംതിട്ട 3528, കൊല്ലം 5325, തിരുവനന്തപുരം 6249. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ സംബന്ധിച്ച ഹർജികളിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ തള്ളിയത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന 6 ഹർജിയും കോടതി തള്ളി. എന്നാൽ കൽപ്പറ്റയിലെ റിട്ടേണിംഗ് ഓഫീസർ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് നിയമവിരുദ്ധമായാണെന്ന് കോടതി വിധിച്ചു. എന്നാൽ അക്കാരണത്തിന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഈ കേസ് തുടരും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ടെസ്റ്റ് പേപ്പറാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന തിരിച്ചറിവോടെ ഇടതുവലത് മുന്നണികളും BJPയും മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റപ്പെടും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല കോൺഗ്രസ് ഓരോ മുതിർന്ന നേതാവിന് കൊടുത്തിരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ചുമതല കെ മുരളീധരനും, കൊച്ചി കോർപ്പറേഷന്റെ ചുമതല പ്രതിപക്ഷ നേതാവ് VD സതീശനും, കോഴിക്കോടിന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ പിടിക്കുവാൻ കെ ശബരിനാഥൻ എന്ന നേതാവിനെ വരെ മത്സരിപ്പിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ പിടിച്ചുവെച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തും വീട്ടമ്മമാർക്ക് 1000 രൂപ ഓണറേറിയം അനുവദിച്ചും ക്ഷേമ പെൻഷൻ തുക 2000 രൂപ ആക്കിയും വോട്ടർമാരെ കയ്യിലെടുക്കുവാൻ നോക്കി. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കന്മാർ അറസ്റ്റിലായത് വല്ലാത്ത തിരിച്ചടിയായി. അതിനെ നേരിടാനാവണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടു നോക്കിയത്. എല്ലാ ജില്ലയിലും 3 കൂട്ടർക്കും നല്ല രീതിയിൽ വിമതന്മാരുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇടതുവലത് മുന്നണികൾ പ്രകടന പത്രികകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സമഗ്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്രിക. അധികാരത്തിലെത്തിയാൽ അവർ പ്രാധാന്യം കൊടുക്കുവാൻ പോകുന്നത് 69 ഫോക്കസ് മേഖലകൾ പ്രകടന പത്രിക ചൂണ്ടിക്കാണിക്കുന്നു. അതിദാരിദ്ര്യം ഇല്ലാതാക്കൽ മുതൽ 0 കാർബൺ നില കൈവരിക്കുന്നതുവരെയാണ് ഇടതു പ്രകടന പത്രികയുടെ വാഗ്ദാനം. എല്ലാവർക്കും വീടും ഭക്ഷ്യസുരക്ഷയും ഇടതുമുന്നണി വാഗ്ദാനം ചെയ്യുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ 2025-26 5.29 ലക്ഷം വീടുകളാണ് ലക്ഷ്യം. അതിൽ 4.71 ലക്ഷം വീടുകൾ പൂർത്തിയായി. 1.27 ലക്ഷം വീടുകൾ നിർമ്മാണത്തിലാണ്. 5 വർഷം കൊണ്ട് നോളജ് കേരള കുടുംബശ്രീ പദ്ധതികളിലൂടെ 20 ലക്ഷം തൊഴിൽ ഉണ്ടാക്കുമെന്നും വാഗ്ദാനമുണ്ട്. ഇതിലൂടെ 24,000 കോടി രൂപ വീടുകളിൽ ലഭ്യമാക്കും. എല്ലാ പഞ്ചായത്തിലും മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കും. 2030 കേരള ജനതയുടെ 30% സീനിയർ സിറ്റിസൺ ആകുമെന്നും അവർക്കായി പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്നും ഇടതുപക്ഷം വാഗ്ദാനം ചെയ്യുന്നു. ഫിസിക്കൽ എക്സസൈസിനുള്ള സൗകര്യങ്ങൾ, റിക്രിയേഷൻ സെന്ററുകൾ തുടങ്ങിയവ ആരംഭിക്കും. കിടപ്പ് രോഗികൾക്കായി പാലിയേറ്റീവ് കെയർ സൗകര്യം ഏർപ്പെടുത്തും. ഇങ്ങനെ പോകുന്നു ഇടതുപക്ഷ വാഗ്ദാനങ്ങൾ. ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക കുറെ കൂടി കൃത്യമാണ്. വന്യജീവി ആക്രമണം തടയാൻ സ്ക്വാഡ് രൂപീകരിക്കും. ആശാവർക്കർമാർക്ക് 2000 രൂപ കൊടുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ടിൽ സ്ത്രീകൾക്ക് 13%, വിധവകൾക്ക് 3% തുക നീക്കിവെക്കും. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് 2 വർഷത്തിൽ ഒരിക്കലാക്കും. ഇങ്ങനെ പോകുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. BJP 5 വർഷത്തേക്ക് നടപ്പാക്കാൻ പോകുന്ന വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഉണ്ടാക്കി വിതരണം ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദിനങ്ങൾ തന്നെ ഭീതിപ്പെടുത്തുന്ന ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സീറ്റ് കിട്ടാത്തതിന് സ്ഥാനാർത്ഥി മോഹി ആത്മഹത്യ ചെയ്തതാണ് ഒരു സംഭവം. 14 വാർഡുകളിൽ എതിരില്ലാത്തതും ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ജനാധിപത്യത്തിന്റെ മർണമണിയാണ് അത്. മത്സരിക്കാൻ ആളില്ലാതെ വരുന്നതോ മത്സരിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റാതെ വരുന്നതോ എല്ലാം ജനാധിപത്യത്തിന് ആപത്താണ്. തലസ്ഥാനത്ത് വൈഷ്ണ എന്ന യുവതിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഇല്ലാതാക്കുവാൻ കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ വഴിവിട്ട് സഞ്ചരിച്ചത് അപകടകരമായ സൂചനയാണ്. ഹൈക്കോടതി കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് അവരുടെ തടസ്സം നീങ്ങിയത്. ഇത്തരം ഉദ്യോഗസ്ഥരെ കർശനമായി ശിക്ഷിക്കണം. അതുപോലെ കൽപ്പറ്റയിലെ നോമിനേഷൻ നിയമവിരുദ്ധമായി തള്ളിയവർക്കും നല്ല ശിക്ഷ ഉണ്ടാകണം. മത്സരത്തിൽ നിന്നും പിന്മാറാൻ കോഴ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണവും ഉയർന്നു. കെ സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ പിന്മാറ്റിയതായി ആരോപണം ഉയർന്നിരുന്നു. ഇക്കുറിയും BJPയാണ് പ്രതിക്കൂട്ടിൽ. പാലക്കാട് നഗരസഭ 50-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ രമേശിന് BJP കോഴ വാഗ്ദാനം ചെയ്തതായാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്. ജനാധിപത്യ മുന്നണി മുസ്ലിം മതരാഷ്ട്രവാദി പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ബന്ധം അത്യാപത്കാരമായ സൂചനയാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തും ചെയ്യുമെന്ന് വരുന്നത് വല്ലാത്ത അടയാളമാണ്.
അവരുമായി സഖ്യമില്ല, അവർ മുന്നണിയിൽ ഘടകകക്ഷിയല്ല, അവരോട് ധാരണ മാത്രം എന്നെല്ലാം പ്രതിപക്ഷ നേതാവും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും പറയുന്നുണ്ടെങ്കിലും അപകടകരമായ തീരുമാനമാണിത്. ഭരണത്തിൽ അവരുടെ പിൻസീറ്റ് ഡ്രൈവിംഗ് ഉണ്ടാവും എന്ന് തീർച്ച. CPM പണ്ട് അവരുമായി സഖ്യം ഉണ്ടാക്കി എന്നതാണ് കോൺഗ്രസ് ഈ ബന്ധത്തിന് പറയുന്ന ന്യായീകരണം. അതാണോ ഒരു പാർട്ടി ഇത്തരം ഒരു സംഘടനയുമായി കൂട്ടുകൂടാനുള്ള ന്യായീകരണം? രാജ്യത്തിന് പരിക്കേൽപ്പിക്കുന്ന തീരുമാനമാണിത്. മുസ്ലിം സംഘടനയായ സമസ്തയുടെ യുവജന സംഘടനാ സെക്രട്ടറി സഫാക്കി എളമരം സിറാജ് പത്രത്തിൽ പേര് വെച്ചെഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. കാസാക്കാരോ BJPക്കാരോ അല്ല, സമസ്തയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ചില പാർട്ടികൾ അപ്രസക്തമാകുവാൻ പോലും ഇത് കാരണമാകും. മുസ്ലിം ലീഗിന് ഇതിലൂടെ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് സഫാക്കി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ കൈവശമുള്ള മാധ്യത്തിന്റെ കരുത്തിലുള്ള അമിതമായ വിശ്വാസം മൂലം ഏറെ വിട്ടുവീഴ്ചകൾ ചെയ്ത് സംരക്ഷിച്ച മതേതര മുഖം നഷ്ടപ്പെടും, സഫാക്കി പറഞ്ഞു. ഇതിന്റെ ദുരന്തം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒതുങ്ങില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രസങ്കല്പവും മതേതരത്വവും ഒന്നിച്ചു പോകില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായല്ല, വെൽഫെയർ പാർട്ടിയുമാണ് സഖ്യമെന്ന് UDF ന്യായീകരിക്കുന്നു. RSSുമായല്ല, BJPയുമായാണ് ബന്ധം എന്ന് പറയുന്നത് പോലെയാണത്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും വേറിട്ട അസ്തിത്വമില്ല. നേതൃസ്ഥാനത്ത് വാടകയ്ക്കെടുത്ത ചിലർ ഉണ്ടാകാമെങ്കിലും ഏതു നാട്ടിൽ ചെന്ന് വെൽഫെയർ പാർട്ടിക്കാരെ തപ്പിയാലും ജമാഅത്തെ ഇസ്ലാമിക്കാരെയാവും ലഭിക്കുക. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ജനാധിപത്യ വിരുദ്ധ വാദം ഉപേക്ഷിച്ചുവെന്നും ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ പണിയെടുക്കുക എന്ന ലക്ഷ്യം മാറ്റിവെച്ചു എന്നുമാണ് രണ്ടാമത്തെ വാദം. എന്നാൽ ഇക്കാര്യം അവർ ഇന്നുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. 2019 അന്നത്തെ അമീറായിരുന്ന ആരിഫ് അലി മൗദൂദി അല്ല ഖുറാനും സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് പറഞ്ഞിരുന്നു. ഇതിനെയാണ് മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന വാദത്തിന് ന്യായമായി അവർ പറയുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. ഖുറാനും സുന്നത്തിനും മൗദൂദി നൽകുന്ന വ്യാഖ്യാനമാണ് അവരുടെ പ്രമാണം. മുസ്ലിമുകളെ രാഷ്ട്രവിരുദ്ധരായി കാണുവാനും അപരവൽക്കരിച്ച് പിന്നോട്ടടിക്കാനുമാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്നും ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന നയത്തിന് അനുരൂപമാകാമെങ്കിലും നാടിനാകെ ആപത്താണ് ഇത്തരം ബന്ധങ്ങൾ. കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പുതിയ വോയിസ് ക്ലിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നീലച്ചുവയുള്ള സംഭാഷണങ്ങളാണ് ക്ലിപ്പിൽ. ഗർഭം ധരിക്കുന്നതും മറ്റുമാണ് വിഷയം. അത് പുറത്തുവന്ന ഉടനെ മുഖ്യധാര മാധ്യമങ്ങൾ ആഘോഷമാക്കി. കോൺഗ്രസ് നേതാക്കളോട് പ്രതികരണം ചോദിച്ചു. ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന പക്ഷാപാതം കാണാതെ പോകരുത്. വൈശാഖനെ തിരിച്ചെടുത്തതും മറ്റു വിഷയമാകാത്ത മാധ്യമങ്ങൾക്ക് എങ്ങനെ ഇതുമാത്രം വിഷയമാകുന്നു എന്ന ചോദ്യവുമുണ്ട്. ഇടതുപക്ഷക്കാർക്ക് ഒരു നീതിയും കോൺഗ്രസിന് വേറൊരു നീതിയുമോ എന്നതാണ് ചോദ്യം. K മുരളീധരൻ കൃത്യമായി പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ്, അവർ കേസെടുക്കട്ടെ, ശിക്ഷിക്കട്ടെ. സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തപ്പെട്ടവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ നടപടികൾ കേരളത്തിൽ സ്റ്റേ ചെയ്യണമെന്ന കേരള സർക്കാരിന്റെ വാദം നവംബർ 26-ന് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇനി ഡിസംബർ 2-നാവും സുപ്രീം കോടതി ഈ കേസെടുക്കുക. അപ്പോഴേക്കും കേരളത്തിലെ പ്രവർത്തനങ്ങൾ നല്ല ഘട്ടം മുന്നോട്ടു പോയിരിക്കും. വോട്ടർ പട്ടികയിൽ പേര് വേണം എന്നുള്ളവർ BLOമാരെ അന്വേഷിച്ചു ചെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. വെറുതെ കേസുമായി പോയി പണം പാഴാക്കുന്നത് എന്തിന്? പഞ്ചാബിലെ സിഖ് ഗുരുദ്വാരയിൽ കയറാൻ വിസമ്മതിച്ച സൈനിക ഓഫീസർ ലഫ്റ്റനന്റ് സാമുവൽ കമലേശ്വരനെ 2021 സൈനിക മേലധികാരികൾ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട നടപടി സുപ്രീം കോടതി നവംബർ 25-ന് ശരിവെച്ചു. 3-ാം കാവൽറി റെജിമെന്റിൽ 2017 കമ്മീഷൻ ചെയ്ത ലഫ്റ്റനന്റാണ് കമലേശ്വരൻ. മേലധികാരി പറഞ്ഞിട്ടും അദ്ദേഹം ഗുരുദ്വാരയിലെ ശ്രീകോവിലിൽ കയറാൻ വിസമ്മതിച്ചു. തന്റെ ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററെ കൊണ്ട് പറയിച്ചു നോക്കി. പക്ഷേ കമലേശൻ കൂട്ടാക്കിയില്ല. അവസാനം 2021 സൈന്യം പിരിച്ചുവിട്ടു. സൈന്യത്തിൽ നിൽക്കണമെങ്കിൽ അവരുടെ അച്ചടക്കം പാലിക്കണമെന്നാണ് സൈന്യത്തിന്റെ വാദം. ഇക്കാര്യത്തിലൊഴികെ എല്ലാ കാര്യത്തിലും കമലേശൻ എല്ലാവർക്കും മാതൃകയാണ്. മേലധികാരികളുടെ തീരുമാനത്തിനെതിരെ കമലേശൻ ഡൽഹി ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു. പരാതി കോടതി തള്ളി. കമലേശന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് ഹൈക്കോടതി വിധിച്ചു. മതനിയമത്തെ സൈനിക അച്ചടക്കത്തെക്കാൾ വലുതായി കണക്കാക്കിയെന്ന് കോടതി പറഞ്ഞു. കമലേശൻ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗോപാൽ ശങ്കർ നാരായണൻ വഴി സുപ്രീം കോടതിയിലെത്തി.
2025 നവംബർ 25 സുപ്രീം കോടതിയും കമലേശന്റെ പരാതി തള്ളി. പാസ്റ്റർ പറഞ്ഞിട്ടും എന്തേ കൂട്ടാക്കിയില്ല? ചീഫ് ജസ്റ്റിസിനൊപ്പം കേസ് കേട്ട ജസ്റ്റിസ് ബാഗ്ചി കമലേശന്റെ അഭിഭാഷകനോട് ചോദിച്ചു. മതവിശ്വാസം സമ്മതിക്കുന്നില്ല. അഡ്വക്കേറ്റ് ഗോപാലൻ ശങ്കരനാരായണൻ പറഞ്ഞു. കമലേശൻ ഹോളിയിലും ദീപാവലിയിലും പങ്കെടുത്തുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുരോഗമനവാദികളായ വിശ്വാസികൾ വരെ കമലേശന് എതിരാണ്. അതല്ല ക്രൈസ്തവ വിശ്വാസം എന്നാണ് അവർ പറയുന്നത്. 2015 സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ദുഃഖവെള്ളിയാഴ്ച പ്രധാനമന്ത്രി മോദിയുമായി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും നടത്തുന്ന കൂടിക്കാഴ്ചയിലും ഡിന്നറിലും തനിക്ക് പങ്കെടുക്കാനാവില്ലെന്ന് കാണിച്ച് ചീഫ് ജസ്റ്റിസ് HL ദത്തുവിന് കത്തെഴുതിയപ്പോഴും ഇക്കൂട്ടർ വ്യാഖ്യാനങ്ങളുമായി വന്നിരുന്നു. കമലേശൻ യേശുവിലുള്ള വിശ്വാസത്തിനായി ആകർഷകമായ സൈനിക പദവി ഉപേക്ഷിക്കുന്നത് രക്തസാക്ഷിയായ കരുതുന്ന ക്രൈസ്തവരുമുണ്ട്. ഒന്നാം പ്രമാണം പാലിക്കുന്നതിനാണ് ഈ ത്യാഗം എന്നാണ് അവർ കരുതുന്നത്. മഠത്തിൽ നിന്നും സ്വഭാവ ദൂഷ്യത്തിന് പുറത്താക്കുന്ന സ്ത്രീകൾക്ക് മഠത്തിൽ താമസിക്കുവാനും സന്യാസ വസ്ത്രം ധരിക്കുവാനും അവകാശമുണ്ടെന്ന് വാദിക്കുന്നവർ കമലേശന് സൈന്യത്തിൽ തുടരാൻ അനുവാദമുണ്ടെന്ന് വാദിക്കുമോ ആവോ? കർണാടകയിലെ കോൺഗ്രസ് പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ്. ഏതവസരത്തിലും പൊട്ടാമെന്നതാണ് നില. മുഖ്യമന്ത്രി സ്ഥാനമാണ് വിഷയം. കർണാടകത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി KPCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യമാണ് കർണാടകയിലെ കോൺഗ്രസിനെ പുകയുന്ന അഗ്നിപർവ്വതമാക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് തിരിച്ചുവരവിന് നേതൃത്വം കൊടുത്തത് ശിവകുമാർ ആണെങ്കിലും 2023 പാർട്ടി അധികാരം പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ കൈക്കലാക്കി. 1977 ലോകാദളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സിദ്ധരാമയ്യ 1983 നിയമസഭാ അംഗമായി. 1984 ജനതാ പാർട്ടിയിൽ ചേർന്നു. 1988 ജനതാദൾ ആയി. 1999 ജനതാദൾ എസിൽ ചേർന്നു. 2005 ദേവഗൌഡയുമായി ഉടക്കി സ്വന്തം പാർട്ടി ഉണ്ടാക്കി. 2005 കോൺഗ്രസിൽ ലയിച്ചു. 2006, 2008, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 2018 താൻ സ്ഥിരമായി ജയിക്കുന്ന വരുണാമണ്ഡലം മകൻ യതീന്ദ്രയ്ക്ക് കൈമാറി ബദാമിയിൽ നിന്നും നിയമസഭയിൽ എത്തി. 1994 ധനമന്ത്രിയായ സിദ്ധരാമയ്യ 2013 കോൺഗ്രസ് മുഖ്യമന്ത്രിയായി. 2019 പ്രതിപക്ഷ നേതാവായി. 2023 വരുണമണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തി മുഖ്യമന്ത്രിയായി. 1982 കോൺഗ്രസിൽ ചേർന്ന DK ശിവകുമാർ 7 തവണ നിയമസഭാ അംഗവും 4 തവണ മന്ത്രിസഭാ അംഗവുമായിരുന്നു. 1989 സത്തന്നൂരിൽ നിന്നും നിയമസഭാ അംഗമായി. 2004 വരെ അവിടുത്തെ MLA ആയിരുന്നു. നിയോജക മണ്ഡലം പുനഃസംഘടനയെ തുടർന്ന് 2008 കനകപുരിയിലേക്ക് മാറി. 2018 വരെ അവിടുത്തെ MLA ആയിരുന്നു. 2008 മുതൽ 2013 വരെ PCC വർക്കിംഗ് പ്രസിഡന്റായിരുന്നു. 2020 മുതൽ PCC പ്രസിഡന്റാണ്. 2023 കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചു. 2.5 വർഷം വീതം 2 പേർക്കും പദവി കൊടുക്കുവാൻ ധാരണ ഉണ്ടായതായി പറയുന്നു. അതനുസരിച്ചുള്ള സമയമായി. DK മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചു. സിദ്ധരാമയ്യ സമ്മതിക്കുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ ശാപം. പദവി കിട്ടുന്നവർ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. തനിക്ക് വേണ്ടി എല്ലാവരും ജീവിക്കണം എന്ന മട്ട്. 2 പേർ പാർട്ടി വിട്ടാലും പാർട്ടി നെടുകെ പിളരാം. പാർട്ടി വിടുന്നവന് BJP പിന്തുണയും കൊടുക്കാം. ഈ അധികാര തർക്കം ഉണ്ടാക്കിയേക്കാവുന്ന ദുരന്തം അതാണ്. ദുരന്തം ഒഴിവാക്കണമെങ്കിൽ DK ത്യാഗം നടത്തേണ്ടി വരും. അത്തരമൊരു നടപടി 77-കാരനായ സിദ്ധരാമയ്യയിൽ നിന്നും പ്രതീക്ഷിക്കാനാവില്ല. ഹൈക്കമാൻഡിന് ഒന്നിനും ശേഷിയുമില്ല. തർക്കം ശക്തമാകുന്നതല്ലാതെ തണുക്കുന്ന അടയാളമൊന്നും കാണാനില്ല. അവിടെ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്താകുമോ? ഗോവയിൽ ക്രിസ്തുമസിനെ മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള നീക്കം സർക്കാർ നിരോധിച്ചു. രജനീഷിന്റെ ആൾക്കാർ ഡിസംബർ 25 മുതൽ 28 വരെ ഗോവയിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെയും കാമസൂത്രയുടെയും കഥ എന്ന പേരിൽ നടത്താനിരുന്ന പരിപാടി ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി കർദിനാൾ ഫിറാബോയുടെ പരാതിയെ തുടർന്ന് സർക്കാർ നിരോധിച്ചു. മതേതരത്വത്തിന്റെ വിജയം. ഭാരതത്തിലെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി ഹരിയാനയിൽ നിന്നുള്ള സൂര്യകാന്ത് സ്ഥാനമേറ്റു. പുതിയ കോളജിയവും നിലവിൽ വന്നു. സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിമാരായ വിക്രംനാഥ്, BV നാഗരത്ന, JJ മഹേശ്വരി, MM സുന്ദരേഷ് എന്നിവരാണ് കൊളീജിയം. ഹൈക്കോടതി ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്ന 3-അംഗ കൊളീജിയത്തിൽ ചീഫ് ജസ്റ്റിസും വിക്രംനാഥ്, BV നാഗരത്നയുമാണ് അംഗങ്ങൾ. 2025 നവംബർ 24 പുതിയ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ നടത്തി.
1962 ഫെബ്രുവരി 10 ഹരിയാനയിൽ ഹിസാറിൽ ഇടത്തരം കുടുംബത്തിൽ അധ്യാപകനായിരുന്ന മദൻ ഗോപാൽ ശാസ്ത്രിയുടെയും ശശിദേവിയുടെയും മകനായി ജനിച്ച സൂര്യകാന്ത് 1984 ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. അഭിഭാഷക വൃത്തിയുടെ 41 വർഷം ചീഫ് ജസ്റ്റിസായി. 2000-2004 വരെ ഹരിയാനയിൽ അഡ്വക്കേറ്റ് ജനറലായി. 2019 സുപ്രീം കോടതിയിലെത്തി. 2027 ഫെബ്രുവരി 9 65 വയസ്സ് ആകുന്നതുവരെ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാനങ്ങളായ പല വിധികളിലും പങ്കാളിയായിരുന്നു. രാജ്യദ്രോഹ നിയമം അനുസരിച്ച് പുതിയ കേസ് പാടില്ല. പ്രതിരോധ സേനയിൽ 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കണം. 1967 അലിഗഡ് സർവകലാശാല വിധി റദ്ദാക്കിയ വിധി. ന്യൂനപക്ഷ പദവി തിരിച്ചുകൊടുത്ത വിധി. പെഗാസസ് കേസിലെ വിധി തുടങ്ങിയവയിൽ സൂര്യകാന്ത് ഉണ്ടായിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടിക്കെതിരായ സംസ്ഥാനങ്ങളുടെ പരാതികൾ, അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവിനെതിരായ വർഗീയ വിദ്വേഷ പ്രസംഗ കേസ് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി അനുകൂല തീരുമാനത്തിനായി സമീപിച്ചു എന്ന് പറഞ്ഞ് ദേശീയ കമ്പനി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്ന് ജസ്റ്റിസ് ശരത് കുമാർ സിൻഹ പിൻവാങ്ങിയ വിഷയം പരിശോധിക്കൽ തുടങ്ങിയ പല വിവാദ വിഷയങ്ങളും അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. കോടതികളിൽ ഭാരതീയ നടപ്പാക്കണം എന്ന കാര്യത്തിൽ ഗവായിയുടെ മനസ്സാണ് കാന്തിനും. തീർപ്പാകാതെ കിടക്കുന്ന 90,000 കേസുകൾ കുറച്ചു കൊണ്ടുവരും. ഇതിനായി 9 ജഡ്ജിമാരും 7 ജഡ്ജിമാരും അടങ്ങുന്ന ബെഞ്ചുകൾ സ്ഥാപിക്കും. മധ്യസ്ഥ മാർഗവും പരീക്ഷിക്കും. പുതിയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. നീതി വൈകിക്കുന്നത് അനീതിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ഓൺലൈൻ വ്യാഖ്യാനങ്ങൾക്കും ട്രോളുകൾക്കും ജഡ്ജിമാർ വിധേയമാവരുത്. അക്കാദമിക് വിദഗ്ധൻ അലിഖാൻ മഹ്മൂദാബാദ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സംബന്ധിച്ച തീരുമാനം എല്ലാം അദ്ദേഹത്തെ കാത്തിരിക്കുന്നവയാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലിന് അംഗീകാരം നൽകുവാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കുവാൻ കോടതിക്ക് അധികാരമില്ലെങ്കിലും കോടതിക്ക് വിഷയത്തിൽ ഇടപെടാമെന്ന മുൻ ചീഫ് ജസ്റ്റിസ് കൊടുത്ത ഉപദേശവും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച പഴയ വിധിയും നിലനിൽക്കുന്നതും പുതിയ ചീഫ് ജസ്റ്റിസിന് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തും. ശീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.